ഇന്ന് ഞാനൊരു കലിപ്പണ്ണൻ്റെ ഒരു കലിപ്പുള്ള പടത്തിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. പിന്നെ ഈ പടത്തിൽ മനോജേട്ടനുണ്ട് ഗൈസ്. മൂപ്പരുടെ സിനിമയിലെ റോള് എന്നിട്ടാന്ന് വെച്ചാ ഫുഡ് അടിക്കുക. അതാണ് മൂപ്പരുടെ ഈ സിനിമയിലെ റോള്. നല്ല ടേസ്റ്റ് ഉണ്ട്. പറ്റിപ്പോയടാ. വേണ്ട വേണ്ട നീ ഞാൻ പലതവണ പറഞ്ഞതാ, കേട്ടില്ല. ഞാൻ തന്നെ. പിന്നെ മൂപ്പരുടെ വീട്ടിൽ ഒരു അക്വേറിയം ഉണ്ട്. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലുള്ള മീന് തീറ്റയൊക്കെ ഇട്ട് കൊടുക്കും മൂപ്പര്. ഇതാണ് മൂപ്പരുടെ പണി. പിന്നെ ഈ സിനിമ കുഞ്ഞു കുട്ടികൾക്ക് വേണ്ടി എടുത്തിട്ടുള്ള പടാണെന്ന് പറഞ്ഞിട്ട് ഈ പടത്തിൽ മൊത്തം വലിയാണ് ഗൈസ്. ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത്? പക്ഷേ വലിയ വില കൊടുക്കേണ്ടി വന്നാലോ? പിന്നെ ഈ സിനിമയിലെ ഡയലോഗുകൾ എൻ്റെ പൊന്ന് ഗൈസ്, കടിക്കാൻ തോന്നും. ഒരു മര്യാദ വേണം. പിന്നെ നമ്മുടെ കലിപ്പണ്ണൻ ഒരു പുല്ലുവെട്ടുകാരനാണ് ഗൈസ്. പിന്നെ നമ്മുടെ കലിപ്പണ്ണൻ്റെ അപ്പം പടാവും. മൂപ്പർക്ക് സർക്കാർ ജോലിയാ. അപ്പം ആ ജോലിക്ക് പോകാൻ വീട്ടുകാർ നിർബന്ധിക്കുമ്പോൾ നമ്മുടെ കലിപ്പണ്ണൻ ആ ജോലിക്ക് പോവും. പിന്നെ ജോലി സ്ഥലത്ത് വെച്ചിട്ട് ഒരു ചേച്ചിയുടെ ബാഗിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ പോവും. അങ്ങനെ കോണ്ടവും പോവും. കോണ്ട എന്നിട്ട് നമ്മുടെ കലിപ്പണ്ണൻ എടുത്ത് ആ ചേച്ചിക്ക് കൊടുക്കും. പിന്നെ അവിടെയുള്ള ആൾക്കാരൊക്കെ കൂടിയിട്ട് നമ്മുടെ കലിപ്പണ്ണനെ എടുത്തിട്ട് ജയിലിൽ കൊണ്ടിടും. നിങ്ങൾ ചോദിയത് എന്താ ഇങ്ങനെയെന്ന്? കാരണം ഇതൊരു പേട്ടപ്പടമാണ്. അപ്പം അങ്ങനെയൊക്കെ ഉണ്ടാവും. പിന്നെ ജയിലെന്ന് പറഞ്ഞിട്ട് ഇവർ ഏതാണ്ട് പഞ്ചായത്തിലെ ഒരു സ്കൂളൊക്കെയാണ് കാട്ടിയേക്കണേ. പിന്നെ നമ്മുടെ കലിപ്പണ്ണൻ ആ ജയിലിൽ വെച്ചിട്ട് ഒരു തള്ളുമൂപ്പനെ കാണും. എന്നിട്ട് ആ തള്ളുമൂപ്പൻ പറയും, ഈ ജയിലിൽ ഒരു ഭീകരനായിട്ടുള്ള ഒരു ക്രിമിനൽ ഉണ്ട്, അയാൾ ഇപ്പോൾ വരും, നമ്മൾ ഇവിടുന്ന് മാറി നിൽക്കണം എന്ന് പറയും. എന്നിട്ട് മൂപ്പര് സ്ലോ മോഷനിൽ വരും ഗൈസ്. നിങ്ങൾ വിചാരിക്കും ഇപ്പം ഇങ്ങനെ ആരെങ്കിലും ഇടിക്കാൻ പോവും അല്ലെങ്കിൽ എന്തെങ്കിലും കാണിക്കുമെന്ന്. മൂപ്പര് നൈസായിട്ട് ബാത്റൂമിലേക്ക് പോയിട്ട് തൂറാൻ പോവും. ഈ പടമൊക്കെ 3D കാണാൻ പോയവരുടെ അവസ്ഥ. ഇങ്ങേരുടെ ഈ സിനിമയിലെ റോൾ എന്നിട്ടാന്ന് വെച്ചാൽ കാലത്ത് സ്ലോ മോഷനിൽ വന്നിട്ട് BGM ഇട്ടിട്ട് ബാത്റൂമിലേക്ക് പോവുക. അതാണ് മൂപ്പരുടെ സിനിമയിലെ റോള്. എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്ന? പിന്നെ ഈ സിനിമയിലെ ജയിലിലുള്ള തടവുകാർക്ക് ഏത് ഡ്രസ്സ് വേണമെങ്കിലും ജയിലിലിടാം ഗൈസ്. പിന്നെ ആ ജയിലിലെ കക്കൂസ നമ്മുടെ കക്കൂസണ്ണൻ്റെ ഗൈസ്. അവിടെയുള്ള വേറെ ഒരു തടവുകാരും കക്കൂസയ്ക്ക് പോകാൻ ഇയാൾ സമ്മതിക്കില്ല. പിന്നെ നമ്മുടെ കലിപ്പണ്ണൻ്റെ അടുത്തേക്ക് ഈച്ച സാറ് വരും. ഈച്ച സാറ് വരുമ്പോൾ നമ്മുടെ കക്കൂസണ്ണനെ ഒരാൾ കൊല്ലാൻ വരുന്നുണ്ട്. ഈ കാര്യം കക്കൂസണ്ണനോട് പോയി പറയാൻ പറയും. ഈ കാര്യം നമ്മുടെ കലിപ്പണ്ണൻ കക്കൂസണ്ണനോട് പറയും. അങ്ങനെ മൂപ്പര് ആ അറ്റാക്കിൽ നിന്ന് രക്ഷപ്പെടും. പിന്നെ നമ്മുടെ കലിപ്പണ്ണൻ ഇൻഫോർമേഷൻ കൊടുത്ത കാരണം നമ്മുടെ കക്കൂസണ്ണൻ്റെ ടീമിൽ നമ്മുടെ കലിപ്പണ്ണനെയും ചേർക്കും. കുറെ റോമാഞ്ചിഫിക്കേഷൻ സീനുകൾ ആഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്റെ രോമം ഒന്നും എണീക്കുന്നില്ല. ഞാൻ അങ്ങനെ തട്ടി നോക്കി രോമം എവിടെയെങ്കിലും ഒക്കെ എണീക്കുന്നുണ്ടോ, ഏതെങ്കിലും ഒരു രോമം. പിന്നെ നമ്മുടെ കക്കൂസണ്ണൻ നമ്മുടെ കലിപ്പണ്ണന് ഫുഡൊക്കെ വാങ്ങി കൊടുക്കും ഗൈസ്. മോൻ നമ്മൾ പറഞ്ഞ സ്ഥലത്തേക്ക് വരും, ഇക്ക പൊറോട്ട ഇറച്ചിയും മേടിച്ചുതരാം, നമുക്ക് അധികം ചിലവൊന്നുമില്ല ഉള്ളേ. പിന്നെ ഈ അവരാധ പരിപാടി കഴിയുമ്പോൾ പിന്നെ നമ്മുടെ കലിപ്പണ്ണന് ഈച്ചസാറും കൂടി മത്സരിച്ച് അവരാധിച്ച് വെറുപ്പിക്കും ഗൈസ്. ഞാനൊരു പാട്ട് പാടി തരട്ടെ? പഴംപൊരിയാവാൻ കൊതിയായി ഫിലിപ്പിന്റെ. പിന്നെ നമ്മുടെ കലിപ്പണ്ണൻ ജയിലിൽ നിന്ന് ഇറങ്ങും ഗൈസ്. ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മുടെ കലിപ്പണ്ണൻ ഈച്ചസാറിനെ കാണാണ്ട് ആകെ സാഡാവും ഗൈസ്. പിന്നെ കുറേ നേരം ഡിപ്രഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ വെറുപ്പിച്ചൊരു പരിവാക്കും ഗൈസ്. അത് കഴിഞ്ഞ് പടം തീരാറാവുമ്പോൾ ഈച്ചസാറ് നമ്മുടെ കലിപ്പണ്ണൻ്റെ അടുത്തേക്ക് വരും. പിന്നെ അങ്ങോട്ടൊരു ഡൂഡ് വന്നിട്ട് ഈച്ചസാറിനെ ഒരൊറ്റ തല്ലങ്ങ് തല്ലും. അത് നമ്മുടെ കലിപ്പണ്ണൻ കാണും. കലിപ്പണ്ണൻ അത് കാണുമ്പോൾ കലിപ്പാവും. ഇടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ കലിപ്പണ്ണ റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഈച്ച സാറ് ഞാൻ ചത്തട്ടില്ല, ഇനി സെക്കൻഡ് പാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് വരും. അങ്ങനെ ഈ പടം കഴിയും.